പ്രിയപ്പെട്ടവരെ, ജസ്റ്റ് ഡി കോഡ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ KV മണികണ്ഠൻ. ഒരു കൗതുകകരമല്ല, അല്പം ക്രൂരം നിറഞ്ഞ കൗതുകകരമായ ഒരു കാര്യം. ഇപ്പോൾ നമ്മളുടെ ഇവിടെ KICB വർക്കേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ സ്തുത്യർഹമായി സേവനം ചെയ്യുന്ന ഒരു ഇതായി മാറിയിട്ടുണ്ട്. ഈ വെറുതെ ഞാൻ ഈ ഡാറ്റ പരിശോധിച്ചപ്പോൾ ഈ 2016 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ KICBയിലെ ജോലിക്കാർ വർക്ക് പ്ലേസിൽ മരിച്ചവരുടെ എണ്ണം 160ഓളാണ്. പണിസ്ഥലത്ത് വെച്ച് മരിച്ചവരുടെ എണ്ണം അതിൽ 63 പേര് പെർമനന്റ് തൊഴിലാളികളും 97 പേര് കോൺട്രാക്ട് ബേസിലുള്ളവരുമായിരുന്നു. എന്തായാലും 160 പേര് മരിക്കുക എന്ന് പറഞ്ഞാൽ ആ മരിച്ചവരുടെ വീട്ടിലെ കുടുംബത്തിൻ്റെ തീരാദുഃഖം ഒരു നിലയ്ക്ക് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ അവസരത്തിൽ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വർക്ക് സ്ഥലത്തെ സുരക്ഷയെ പറ്റിയാണ്. അതിന് വളരെ നമ്മൾ ഈ മേഖലയിൽ ഉള്ളവർ അല്ലാത്തവർ അറിഞ്ഞിരിക്കാനിടയില്ലാത്ത ചില കാര്യങ്ങൾ, വളരെ ഭീതി ജനിപ്പിക്കുന്നതും എന്നാൽ അതേസമയം എല്ലാവരും അറിയേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും റൈറ്റ് ലിഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഡിസംബർ 6, 2007 ഒരു സംഭവം ഇറ്റലിയിലെ ടുറിൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവിടുത്തെ ഒരു ഫാക്ടറിയിൽ ഒരു സംഭവം നടന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൗർഭാഗ്യകരമായൊരു സംഭവം നടന്നു. അവിടുത്തെ ഒരു വലിയ ഹൈ പ്രഷറിൽ പോകുന്ന ഒരു പൈപ്പ്, അതിൽ കൂടി ഈ ജ്വലനശേഷിയുള്ള ഓയിലായിരുന്നു, അത് പൊട്ടിത്തെറിക്കുകയും 7 പേര് ഓൺ ദി സ്പോട്ടിൽ, 7 പേരും അത് കെടുത്താനായിട്ട് അവിടെയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കാവുന്ന അഗ്നിശമന സാധനങ്ങൾ ആ സമയത്ത് ആ ഏരിയയിൽ ഉണ്ടായിരുന്ന 8 പേരും ശ്രമിക്കുകയും അതിൽ 7 പേര് ഞൊടിയിടയ്ക്കുള്ളിൽ അഗ്നിക്കിരയാക്കപ്പെടുകയും ചെയ്തു. പിന്നെ ഒരാൾ മാത്രം ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. 7 പേര് അങ്ങനെ ഇല്ലാണ്ടായി. ഒരാൾ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് ജീവിച്ചിരിപ്പ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ഇൻസിഡൻറ്റ് ഉണ്ടായത് തിസൻക്രപ്പ് എന്ന് പറയുന്ന, ഇപ്പം ഞങ്ങളുടെ ഈ മേഖലയിൽ, ലിഫ്റ്റ് മേഖലയിലെ ഒരു ഭീമനാണ് തിസൻക്രപ്പ്. പക്ഷേ തിസൻക്രപ്പിന് വളരെയധികം വേറെ ബിസിനസ്സുകളുണ്ട്. ഈ പറയുന്ന പർട്ടിക്കുലർ സംഭവം ഇറ്റലിയിലെ ടുറിനിൽ നടന്നത് ലിഫ്റ്റിൻ്റെ ഫാക്ടറി അല്ല, അത് സ്റ്റീൽ ഫാക്ടറിയാണ്. തിസൻക്രപ്പ് ഉരുക്ക് ഭീമന്മാരും കൂടിയാണ് ജർമ്മനിയിലെ. പക്ഷേ ഇത് ഇറ്റലിയിലാണ് നടന്നത്. അവിടെ സ്റ്റീൽ പ്ലാന്റിലാണ് ഈ സംഭവം നടന്നത്. 8 പേര് ഒരു ഫാക്ടറിയിൽ മരിക്കുക നമ്മൾക്ക് കേൾക്കുമ്പോൾ ഒരു ദൗർഭാഗ്യകരമായ സംഭവം, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ സംഭവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കേൾക്കണം. അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. യൂറോപ്പും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. യൂറോപ്പ് മനോഹരം, നമ്മൾ മോശം എന്ന് പറയണതല്ല. പക്ഷേ മനുഷ്യ ജീവൻ്റെ വില ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അജഗജാന്തരം ഉണ്ട് താനും. ഈ 8 പേര് മരിച്ച ഈ ഇൻസിഡൻറ്റിൽ ഈ പറയുന്ന കമ്പനിയുടെ CEO, അദ്ദേഹത്തിൻ്റെ പേര് ഹറാൾഡ് എസ്പെൻഹാൻ, പ്രൊനൗൺസിയേഷൻ എസ്പെൻഹാൻ വേറെ എന്തെങ്കിലും ആയിരിക്കണം, പക്ഷെ എന്തായാലും ഹറാൾഡ്, ആള് ഈ കമ്പനിയുടെ CEO ആയിരുന്നു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ആ കമ്പനിയിലെ, ആ രാജ്യത്തിലെ ഏറ്റവും ഉന്നതൻ. ഇദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ 16.5 വർഷം ജയിലായിരുന്നു. 2007 ഡിസംബർ 6 ഈ സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിചാരണയും കാര്യങ്ങളും എല്ലാം നടന്നു. അപ്പോൾ ഇവിടെ ലാക്ക് ഓഫ് സേഫ്റ്റി മെഷർമെൻറ്റ്സ്, അതായത് ഇങ്ങനൊരു ഫാക്ടറി പ്രവർത്തിക്കുമ്പോൾ അതിന് അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. ഇത് മാനിപ്പുലേറ്റ് ചെയ്തു. അതിന് പല കാരണങ്ങളുണ്ടായി. കോസ്റ്റ് സേവിങ്ങോ, അല്ലെങ്കിൽ ഇത് ഇത്ര വലിയ ഒരു സീരിയസ് മാറ്ററായിട്ട് എടുക്കാത്തതോ, അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. എന്തായാലും പിന്നീട് ഈ പറയുന്ന നമ്മളിപ്പോൾ ഓരോ മാസവും ചെയ്യേണ്ട റൂട്ടീൻ ചെക്കപ്പ്, അഗ്നിശമന ഉപകരണങ്ങളുടെ റൂട്ടീൻ ചെക്കപ്പ്, അതിന് ഫോം, കടലാസുകളുണ്ടാവും, അത് രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ടാവും. ഇതൊന്നും രേഖപ്പെടുത്തി വെച്ചിരുന്നില്ല. പിന്നീട് അപകടം ഉണ്ടായി ഉടനെ തന്നെ ഇത് മുൻകാല പ്രാബല്യത്തോടെ അതായത് ഡോക്യുമെൻ്റ് ഫാബ്രിക്കേഷൻ, ഇങ്ങനെ പല കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും
16.5 വർഷം ഇംപ്രിസൺമെൻ്റാണ് ഈ പറയുന്ന ഹെറാൾഡ് എസ്പെൻഹാൻ എന്ന് പറയുന്ന അതിൻ്റെ സിഇഒക്ക് കിട്ടിയത്. കൂടെ 5 മാനേജർമാരുണ്ടായിരുന്നു, അവർക്കും 10 വർഷം 12 വർഷമൊക്കെ കിട്ടി. രസകരമായ കാര്യം, രസകരമെന്ന് ശരിക്കും പറയാൻ പാടില്ല, ഇതൊരു ദുരന്തം ആയ കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇപ്പോൾ 96 മുതൽ ഞാൻ ഈ ഫീൽഡിലുണ്ട്, ഞാൻ ഈ എലിവേറ്റർ ഫീൽഡിലുണ്ട്. അപ്പോൾ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ലിഫ്റ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സേഫ്റ്റി ഇപ്പോൾ അത് വിപുലീകരിക്കപ്പെട്ട്, ലോകത്ത് തന്നെ അത് വിപുലീകരിക്കപ്പെട്ട് ഇപ്പോൾ അത് EHS എന്നാണ്, എൻവയോൺമെൻ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്നാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. അതൊരു പ്രൊഫഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ആ മേഖലയിൽ പഠിച്ച് സേഫ്റ്റി ഓഫീസർ ആവാം, സേഫ്റ്റി മാനേജർ ആവാം, അങ്ങനെ സേഫ്റ്റിയുടെ തന്നെ വലിയ വലിയ പൊസിഷനുകൾ ഉണ്ട്. ഈ പറയുന്ന എൻ്റെ ഒരു നോട്ടത്തിൽ, എൻ്റെ ഒരു പരിചയം വെച്ച്, അത് ശരിയാണെന്നില്ല, തികച്ചും എൻ്റെ ഒരു നോട്ടത്തിൽ, ഈ പറയുന്ന ഇൻസിഡൻറ്റിന് ശേഷം, അതായത് ഒരു ഫാക്ടറിയിൽ നടന്ന സാധാരണമായൊരു അപകടമെന്ന് ഒരു ഏഷ്യൻ പെർസ്പെക്റ്റീവിൽ ഞാൻ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവം, 8 പേർ മരിച്ച ഒരു സംഭവത്തിൽ ഒരിക്കലും ആ കമ്പനിയുടെ ഏറ്റവും ഉന്നത ശീർഷനായ ആള് ജയിലിൻ്റെ അകത്ത് പോയി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗോതമ്പുണ്ടതിനുണ്ടി വരും എന്ന് സ്വപ്നത്തിൽ പോലും അന്നത്തെ കാലത്തെ ഈ പാശ്ചാത്യ യൂറോപ്പോ അവരൊന്നും ഊഹിച്ചിരുന്നില്ല. പക്ഷേ അതവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇത് ചെയ്തുകൊണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു, നമ്മളുടെ ഇന്ത്യൻ കമ്പനികളിൽ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഇന്ത്യയിലെ എലിവേറ്റർ ഫീൽഡിലെ ഒരുവിധം മികച്ച കമ്പനികളെല്ലാം തന്നെ ആഗോള കുത്തക ഭീമന്മാരാണ്. അതല്ലാത്ത തനത് ഇന്ത്യൻ എന്ന് പറയാവുന്നത് 2-3 കമ്പനികളാണ് ഇവരുടെ കൂടെ മത്സരിക്കുന്ന കമ്പനികൾ ഉള്ളൂ. അതിലൊന്ന് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എസ്കോൺ എലിവേറ്റേഴ്സ്, പിന്നെ ജോൺസൺ, ഇതെല്ലാം തനത് ഇന്ത്യൻ കമ്പനി എന്ന് പറയാം. ഈ ആഗോള ഭീമന്മാർ മുഴുവൻ അവർക്ക് മനസ്സിലായൊരു കാര്യം, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എത്ര ഉന്നതനാണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും നമ്മുടെ അകത്ത് പോകുന്നുമെന്നും മനസ്സിലായതിനെ തുടർന്നാകണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ ഫീൽഡിൽ വളരെ കർശനമാക്കിയത്. സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വളരെ പ്രസക്തി വരികയും അത് നമ്മൾ ഓരോരുത്തരും, അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, ഇത് ഇൻഡസ്ട്രി ഫീൽഡിൽ മുഴുവനുണ്ട്, ഞാൻ പർട്ടിക്കുലർലി ഈ എലിവേറ്റർ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇതിനെ വെച്ചിട്ട് പറയുന്നു എന്ന് വിചാരിച്ചാൽ മതി. കൂടുതലും സേഫ്റ്റി കൂടുതൽ പ്രധാനപ്പെട്ടത് ഞങ്ങൾക്കാണ്. കാരണം വളരെ ഉയരങ്ങളിൽ ജോലി ചെയ്യുന്നവരും വളരെ കൂടുതൽ ഹസാർഡ് ഉള്ളൊരു ഫീൽഡാണ് എലിവേറ്റർ ഫീൽഡ്. അതുകൊണ്ട് ഞങ്ങളുടെ ഫീൽഡിൽ അത് ഏറ്റവും ഡയറക്റ്റായിട്ട് പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. സേഫ്റ്റി എന്ന് പറയുന്നത് തമാശ കളിക്കേണ്ട ഒരു സാധനമല്ല. ഓരോ കമ്പനിക്കും അതിൻ്റേതായ ഓരോ പ്രൊസീജിയറുകളും, നമ്മൾ കണ്ടാൽ കുറച്ച് സങ്കീർണമായ പ്രൊസീജിയറുകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് ഒരവസരത്തിൽ പറയാം. അപ്പോൾ ഈ സംഭവം അവിടെ യൂറോപ്പിൽ ആ കാലത്ത് ഒരു കുറച്ച് സീരിയസ് ആയ ഒരു വിഷയമായിട്ടാണ് അവരെടുത്തത്. കാരണം വേറൊന്നുമല്ല, ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെടുന്നു, ദൈനംദിന കാര്യങ്ങൾ നോക്കിയാൽ തന്നെ ഇതിനേക്കാൾ അധികം ആൾക്കാർ കൊല്ലപ്പെടുന്ന ഇഷ്ടംപോലെ ഇൻസിഡൻസ് അവിടെയും ഉണ്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായി ഒഴിവാക്കാമായിരുന്ന, അതായത് നിയമപ്രകാരമായി അവിടെ നടത്തേണ്ടിയിരുന്ന റൂട്ടീനായിട്ടുള്ള പരിശോധനകൾ നടത്തി ആ പറയുന്ന സേഫ്റ്റി മെഷേഴ്സ് കറക്റ്റായി പരിപാലിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തമായിട്ടാണ് അതിനെ കാണുന്നത്. അത് ഞാൻ പറയാൻ കാരണം, ഈ പറഞ്ഞ ഇൻസിഡൻറ്റിനെ അവലംബിച്ചുകൊണ്ട്, അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകം ഫിക്ഷൻ നോവൽ ടൈപ്പ് ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകം എഴുതിയ ആളുടെ പേര് സ്റ്റെഫാനോ പൈറെറ്റി എന്നാണ്. അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും സ്റ്റെഫാനോ നമുക്ക് പരിചയമുള്ള പേരാണ്. പുസ്തകത്തിൻ്റെ പേരും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് പെട്ടെന്ന് എഴുതി പഠിക്കാൻ പറ്റുന്ന ഒരു പേരല്ല, എഴുതി വായിക്കാൻ പറ്റുന്ന ഒരു പേരല്ല. പക്ഷെ ആ പേരിൻ്റെ അർത്ഥം, ഇറ്റാലിയൻ പുസ്തകമാണ്, ആ പേരിൻ്റെ അർത്ഥം ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ. ആ പുസ്തകത്തിൻ്റെ ചിത്രം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതുപോലെ അവിടെ ഒരു ഡ്രാമ, ഒരു പ്ലേ ഇതിനെ അവലംബിച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും വളരെയധികം പ്രകീർത്തിക്കപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് അങ്ങനെ
കലാകാരന്മാരെയും ഇത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കലാകാരികൾ കൂടി അത് ഒരു ഡ്രാമയാക്കാൻ കാരണം, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു പുസ്തകം എഴുതാനൊക്കെ കാരണം ഈ പറഞ്ഞ എലിമെന്റ് അവിടെ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ചെറിയ ശ്രദ്ധ കൊണ്ട് ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തം എന്ന് പറയുന്ന സംഗതി അവിടെ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കാര്യം ഞങ്ങളുടെ മേഖലയിൽ ഇതിന് ശേഷം വളരെ ചെറിയ കാര്യം പോലും ശ്രദ്ധിക്കണമെന്നും, ഒരാൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ജോലിക്ക് വന്ന് തിരിച്ച് വീട്ടിലെത്തുക എത്തിക്കുക എന്ന് പറയുന്നത് വളരെയധികം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈസിയായി നടക്കാവുന്നതുമായ ഒരു കാര്യമാണ് എന്നുള്ള ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു മോട്ടോയുടെ അടിസ്ഥാനത്തിൽ സേഫ് ആയിരിക്കുക എന്ന് പറയുന്ന ഒരു തിയറി, ഒരു സിദ്ധാന്തം തന്നെ മുമ്പുണ്ടായിരുന്നു. പക്ഷെ വളരെ പ്രാക്ടിക്കലായിട്ട് ഞങ്ങളുടെ ഫീൽഡിൽ കമ്പനികൾ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇതിന് ശേഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റെ മാത്രം വിശ്വാസമാണ്. അതിന് മുൻപും ഉണ്ടായിരുന്നു. ഡാറ്റകൾ വെച്ച് നോക്കിയാൽ അതിന് മുൻപാണോ അതിന് ശേഷമാണോ ആക്സിഡൻറ്റുകൾ കൂടിയത് കുറഞ്ഞത് എന്നൊന്നും ഞാൻ പരിശോധിച്ചിട്ടല്ല ഈ പറയുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു, അതായത് മേലാളൻ്റെ തടി കേടാകും എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുത്ത ഒരു ഇൻസിഡൻ്റാണ് ഉണ്ടായത്. ആ ഒരു അർത്ഥത്തിൽ ഇവർ EHS, ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു വിങ്ങിൻ്റെ രക്തസാക്ഷികളെന്ന് അവരെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇനി ഈ പറയുന്ന സേഫ്റ്റിയും അതിൻ്റെ പ്രൊസീജിയറുകളും അത് വളരെ കൗതുകകരമായ കാര്യങ്ങളാണ്. അതെല്ലാം വേറൊരു എപ്പിസോഡിൽ പറയാം. ഇനി ഇതുപോലെ നമ്മൾക്ക് ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1984 തോന്നുന്നു. ഇതും ഒരു ഡിസംബറിലായിരുന്നു ഭോപ്പാൽ. അതായത് രാത്രി ഉറങ്ങിക്കിടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സഹിതം ഒരു നഗരത്തിലെ ഇത്ര ആൾക്കാർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് മരിച്ചു പോകുന്ന വിഷവാതക ദുരന്തം ഉണ്ടായത് ഭോപ്പാലിൽ. യൂണിയൻ കാർബൈഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. അത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ ഒരു ഇതുപോലെ ഒരു ഇൻഡസ്ട്രി ഡിസാസ്റ്ററാണ്. വോളിയം അനുസരിച്ച് ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തങ്ങളിൽ ഒന്നാണ് ഭോപ്പാൽ, നമ്മുടെ യൂണിയൻ കാർബൈഡിൽ ഉണ്ടായ ദുരന്തം. അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. കൗതുകകരമായിരിക്കും കുറച്ച്. കമ്പാരിറ്റീവ് സ്റ്റഡി ഒരിക്കലും ഞാൻ ഈ വികസിത രാജ്യങ്ങളെ വെച്ച് നമ്മുടെ രാജ്യത്തെ അളക്കുകയോ അങ്ങനെയൊന്നല്ല. നമ്മുടെ രാജ്യം ശൈശവത്തിലോ അല്ലെങ്കിൽ യൗവനത്തിലോ ആണ് എന്ന് എല്ലാം അറിയാം. എന്നാലും ചില കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ഈ സുരക്ഷ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അന്ന് അവിടെ സംഭവിച്ചത്, യൂണിയൻ കാർബൈഡിൽ സംഭവിച്ച ഏകദേശം 20,000-അടുത്ത ആൾക്കാർ മരിച്ചു തോന്നുന്നു. 2 ആഴ്ച. ആദ്യത്തെ ദിവസം തന്നെ 2,700-ഓളം പേരും, അതിനുശേഷം പിന്നത്തെ 2 ആഴ്ച കൊണ്ട് അടുത്ത ഏകദേശം 10,000-ഓളം പേരും, അതിനുശേഷം വീണ്ടും 17,000 പേരും, അങ്ങനെ ഇഞ്ചിഞ്ചായി മരിച്ച് മൊത്തം സംഖ്യ നോക്കി കഴിഞ്ഞാൽ വളരെ വലുതാണ്. ഞങ്ങളൊക്കെ അന്ന് ശിശുക്കളായിരുന്നു 84. എന്നാലും കണ്ടും കേട്ടും വായിച്ചും ഓർമ്മയുണ്ട്. അന്ന് സേഫ് കോറിഡോർ, സുരക്ഷാ ഇടനാഴി എന്ന് പറയുന്നത്. സുരക്ഷ ഇടനാഴി നമ്മുടെ ലേബേഴ്സിനോ നമ്മളുടെ വർക്കേഴ്സിനോ നമ്മളുടെ പൗരന്മാർക്കോ അല്ല, സുരക്ഷ ഇടനാഴി ഒരുക്കിയത്. ഈ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഡിസംബർ 3-നോ 4-നോ ഉണ്ടായത്. 7-ാം തീയതി, ആ വർഷം ഡിസംബർ 7-ാം തീയതി ഈ ഇവരുടെ CEO, യൂണിയൻ കാർബൈഡിൻ്റെ ഇന്ത്യയുടെ CEO, ആളുടെ പേര് വാറൻ ആൻഡേഴ്സൺ എന്നായിരുന്നു. അദ്ദേഹം 7-ാം തീയതി US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുകയും എത്തി മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്യപ്പെടുകയും വീണ്ടും ഏതാനും 2-3 മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ വിട്ടയക്കുകയും പിന്നീട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് സേഫായി എത്താൻ ഉന്നതങ്ങൾ ഇടപെട്ടിട്ട് ഒരു സേഫ് കോറിഡോർ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് എന്തായാലും അടുത്ത ഫ്ലൈറ്റിന് ഇദ്ദേഹം അമേരിക്കയിലെത്തി. പിന്നീട് ഇദ്ദേഹത്തെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് എല്ലാം വലിയ കോലാഹലം ഉണ്ടാക്കി എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവണത്. ആളെ ഫിജിറ്റീവായി പ്രഖ്യാപിച്ചു, എന്നിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സംഗതി ആള് സേഫായിട്ടെത്തി. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതേ സമയം ഇറ്റലിയിലുണ്ടായ സംഭവത്തിലെ ഈ പറയുന്ന ഹെറാൾഡ് എസ്പെൻഹാൻ എന്ന് പറയുന്ന 16.5 വർഷം ജയിൽ സെൻറ്റൻസ് കിട്ടിയ മനുഷ്യൻ ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്തിലെ ThyssenKrupp എന്ന കമ്പനിയുടെ CEO ആയിരിക്കുമ്പോഴും ഇദ്ദേഹം ജർമ്മൻ പൗരനായിരുന്നു. ജർമ്മൻ
ഒരു ജർമ്മൻ സ്വന്തം പൗരന് വേണ്ടി എന്തായാലും ആ രാജ്യം ഇപ്പൊ US ഈ പറയുന്ന വാറൻ ആൻഡേഴ്സണെ യൂണിയൻ കാർബൈഡിന്റെ സിഇഒയെ തിരിച്ചെടുക്കാൻ കാണിച്ച ഉത്സാഹം ജർമ്മനിയും കാണിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ ഇറ്റലി വിട്ടുകൊടുത്തില്ല. ഈ സെന്റൻസ് അനുഭവിച്ച തീരൂ എന്ന് പറഞ്ഞു. പിന്നീട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവണത് ഈ പറഞ്ഞ ജയിൽ സെന്റൻസ് പിന്നീട് അപ്പീലിനൊക്കെ പോയി അത് 10 വർഷമായിട്ടോ 12 വർഷമായിട്ടോ കുറച്ചു. പിന്നീട് ഈ പറയുന്ന ജയിൽ ടൈം ജർമ്മനിയിൽ അനുഭവിച്ചാൽ മതി എന്നൊക്കെ കിട്ടി എന്ന് വരികിലും ആഫ്റ്റർ എഫക്റ്റ് 2 സിഇഒമാരെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുക എന്ന് പറയുന്ന കാര്യം ഭൂഖണ്ഡങ്ങൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ആഗോള കുത്തക ഭീമന്മാർ ഇന്ത്യയിൽ വന്നപ്പോൾ വളരെയധികം പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട്, വളരെയധികം നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പം ഞങ്ങളുടെ ഫീൽഡിൽ ഇപ്പോൾ ഇവിടെ ഉള്ള ഏറ്റവും ടോപ്പ് കമ്പനികൾ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഓരോ ജോലിക്കാരും നിങ്ങൾ വീട്ടിൽ നിന്ന് വന്ന് തിരിച്ചു വീട്ടിലേക്ക് അതേപോലെ എത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് അവർ പറയുവാനായിട്ട്, മനുഷ്യൻ്റെ ജീവന്, ഓരോ മനുഷ്യൻ്റെ ജീവനും ഓരോ വില ഉണ്ടെന്നും ആ വില അവരുടെ കുടുംബങ്ങൾക്ക് വളരെ വലുതാണെന്നും ആ രാജ്യങ്ങൾക്കും വളരെ വലുതാണെന്നും മനസ്സിലാക്കിയിരുന്ന ഒരു സാധനമായിട്ടാണ് ഈ പറയുന്ന എൻവയോൺമെൻ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന വിഭാഗത്തെ ഞാൻ കണക്കാക്കുന്നത്. അതിനെപ്പറ്റിയെല്ലാം വിശദമായി ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമ്മളുടെ ഇവിടെ KSEBയിൽ കഴിഞ്ഞ 2016 മുതൽ 2024 വരെയുള്ള ഒരു ഡാറ്റ പരിശോധിച്ച 160ഓളം പേര് വർക്ക് പ്ലേസിൽ, അതായത് നമ്മുടെ ഇവരുടെ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റിംഗ് കാലിൽ കമ്പി വലിച്ചു കൊണ്ടുപോകുന്നിടത്തുള്ള പണി, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമറിലുള്ള പണി, അല്ലെങ്കിൽ ഏതെങ്കിലും സബ് സ്റ്റേഷനിലുള്ള പണി, എന്തായാലും 160 പേര് ചെറിയ സംഖ്യയല്ല. ഈ 160 പേർക്കും ഒരു കുടുംബം ഉണ്ടായിരുന്നു എന്നും അവർക്ക് അച്ഛനോ അമ്മയോ ഭാര്യയോ സഹോദരിയോ മക്കളോ ഉണ്ടായിരുന്നു എന്നും അവർക്ക് എന്തൊക്കെ നിങ്ങൾ കോമ്പൻസേഷൻ കൊടുത്താലും എന്തൊക്കെ ചെയ്താലും അവർക്ക് ആ നഷ്ടം വലിയ നഷ്ടമാണെന്നും ഈ പറയുന്ന EHS സേഫ്റ്റി എന്ന് പറയുന്നത്, ഞാൻ ഈ KSEBയിൽ എൻ്റെ സുഹൃത്തിനോട് ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി കൺസൾട്ട് ചെയ്തിരുന്ന ആള് KSEBയിൽ ചെയ്യുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞതും ഇത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്, വളരെയധികം സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ട്. എങ്കിലും നമ്മൾക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ചില സേഫ്റ്റി പ്രാക്ടീസുകൾ കൊണ്ട്, അത് ചെയ്യാതിരുന്നത് കൊണ്ട് ഒരു ജീവൻ പൊലിയുക എന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് നമ്മൾ ഇതുവരെ ഇനിയും എടുത്തിട്ടില്ല പൊതുമണ്ഡലത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെപ്പറ്റി സേഫ്റ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ ലിഫ്റ്റ് മേഖലയിൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നും അതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താണെന്നും ആ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നേടുന്ന വലിയ വലിയ കാര്യങ്ങൾ എന്താണെന്നും എല്ലാം മറ്റൊരു എപ്പിസോഡിൽ വിശദമായി പറയാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.